നമുക്കിന്ന് ചോറിൻ്റെ ഒപ്പരയിൽ നല്ല മൊരിഞ്ഞിട്ടുള്ള കല്ലുമ്മക്കായ് ഫ്രൈ കഴിച്ചാലോ? അപ്പോൾ ആദ്യം തന്നെ 1 കിലോ കല്ലുമ്മക്കായ് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വേവിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. എരിവുള്ളതോ എരിവില്ലാത്തതോ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളെ ഇഷ്ടം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല പെരങ്ങിയാൽ മാത്രം മതി. ഇനി നമുക്കിത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഓയിൽ. അതിനുശേഷം ഒരു പിടി കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് നമ്മൾ പെരുക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഈ ഒരു ഫ്രൈ നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ, ഇത് നമുക്ക് ഒരുപാട് എണ്ണ ഒടിക്കില്ല. നമ്മൾ മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്, ഡ്രൈ ഫ്രൈ എടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും എണ്ണ ഇതിൽ പിടിക്കില്ല. എന്താ പറയുക, കറക്റ്റുള്ള ആ ഒരു പാകമാണ് കേട്ടോ. 1 കിലോ കല്ലുമ്മക്കായ്ക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും അടിപൊളി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.